Dear students, welcome to the class of Engineering Thermodynamics. In this class, we will discuss the topics Adiabatic process and Polytropic process. Okay, first law applied to non-flow processes. അതായത് non-flow process എന്ന് വെച്ചാൽ ക്ലോസ്ഡ് സിസ്റ്റം. അതിൻ്റെ ഫസ്റ്റ് ലോ അതിൽ അപ്ലൈ ചെയ്തിട്ടുള്ള അനാലിസിസാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, അതിൽ കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്, കോൺസ്റ്റൻറ്റ് പ്രഷർ പ്രോസസ് ആൻഡ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ പ്രോസസ് ഇത് ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് വരുന്നതാണിത് അഡിയബാറ്റിക് ആൻഡ് പോളിട്രോപ്പിക് പ്രോസസ്. ഓക്കെ, ആദ്യം അഡിയബാറ്റിക് പ്രോസസ്സ് നോക്കാം. A change in state of the system without heat exchange with the surrounding medium is called adiabatic process. In an adiabatic process, the changing variables are pressure, volume and temperature. ഒരു അഡിയബാറ്റിക് പ്രോസസ്സിൽ എന്തില്ല, സിസ്റ്റവും സറൗണ്ടിങ്ങും തമ്മിൽ ഹീറ്റ് ഇൻട്രാക്ഷൻ ഇല്ല. അത്തരം പ്രോസസ്സിനെയാണ് അഡിയബാറ്റിക് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഗ്യാസ്, ഇതാണ് ഞാൻ കൺസിഡർ ചെയ്യുന്ന സിസ്റ്റം. പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെൻ്റ് ആണ്, അതിൻ്റെ അകത്ത് ട്രാപ്പ് ചെയ്തിരിക്കുന്ന ഗ്യാസാണ് സിസ്റ്റം. ഒരു പ്രോസസ്സ് നടക്കുന്ന സമയത്ത് ഓക്കെ, ഈ സിസ്റ്റവും പിന്നെ സറൗണ്ടിങ്ങും തമ്മിൽ എന്തില്ല, ഹീറ്റ് ഇൻട്രാക്ഷൻ ഇല്ല. ഓക്കെ, അത്തരം പ്രോസസ്സിനാണ് അഡിയബാറ്റിക് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇവിടെ ചേഞ്ചിങ് വേരിയബിൾസ്, ഗ്യാസിൻ്റെ ഏതൊക്കെ തെർമോഡൈനാമിക് പ്രോപ്പർട്ടീസ് ചേഞ്ച് ചെയ്യുക, പ്രഷർ ചേഞ്ച് ചെയ്യുക, ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുക, അതേപോലെ വോളിയം ചേഞ്ച് ചെയ്യുക. ഇതാണ് അതിലെ ചേഞ്ചിങ് വേരിയബിൾസ് എന്ന് പറയുന്നത്. ഒരു പി വി ഡയഗ്രത്തിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് അഡിയബാറ്റിക് റിലേഷൻ, പി വി റേസ് ടു ഗാമ ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. ഇതാണ് അഡിയബാറ്റിക് റിലേഷൻ, പ്രഷർ ആൻഡ് വോളിയം തമ്മിലുള്ളത്. ഓക്കെ, അതൊരു പി വി ഡയഗ്രത്തിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനൊരു കർവാണ് കിട്ടുക. എക്സ്പാൻഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, റിലേഷൻ വരുന്നത് പി വി റേസ് ടു ഗാമ ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻ്റ് ആണ്. ഇനി ഒരു അഡിയബാറ്റിക് പ്രോസസ്സ് എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുക? An adiabatic process can be carried out by the expansion or compression of gas in a cylinder whose walls are insulated. ഒരു പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെൻ്റ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ എല്ലാ സൈഡും ഇൻസുലേറ്റഡ് ആണ്, ഇൻസുലേഷൻ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, മീൻസ് ഈ ഒരു സൈഡ് വഴിയോ ഈ ഒരു സൈഡ് വഴിയോ ഈ ഒരു സൈഡ് വഴിയോ അതേപോലെ പിസ്റ്റൺ ത്രൂ ദി പിസ്റ്റൺ വഴിയോ പുറത്തോട്ട് ഹീറ്റ് ട്രാൻസ്ഫർ ഇല്ല. ഓക്കെ, ഇനി ഈ പിസ്റ്റൺ മൂവ് ചെയ്യുന്ന അപ്വേർഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന സമയത്ത് അതെന്താണ്, എക്സ്പാൻഷനാണ് പ്രോസസ്സ്. ഡൗൺവേർഡ് ഡയറക്ഷനിലാണ് പിസ്റ്റൺ മൂവ് ചെയ്യുന്നതെങ്കിൽ കംപ്രഷൻ. ഓക്കെ, ഇനി എക്സ്പാൻഷൻ ആയാലും കംപ്രഷൻ ആയാലും സിസ്റ്റവും സറൗണ്ടിങ്ങും തമ്മിൽ ഹീറ്റ് ട്രാൻസ്ഫർ ഇല്ല, കാരണം പെർഫെക്റ്റ് ഇൻസുലേഷനാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ആ സമയത്തിലെ എക്സ്പാൻഷൻ ഓർ കംപ്രഷൻ പ്രോസസ്സ് എന്താണ്, അഡിയബാറ്റിക് എക്സ്പാൻഷൻ അല്ലെങ്കിൽ അഡിയബാറ്റിക് കംപ്രഷൻ ആണ്, കാരണം സിസ്റ്റവും സറൗണ്ടിങ്ങും തമ്മിൽ അവിടെ ഹീറ്റ് ഇൻട്രാക്ഷൻ ഇല്ല. ഓക്കെ, എ റിവേഴ്സിബിൾ അഡിയബാറ്റിക് പ്രോസസ് ഈസ് കോൾഡ് ഐസെൻട്രോപ്പിക് പ്രോസസ്. ഒരു റിവേഴ്സിബിൾ അഡിയബാറ്റിക് പ്രോസസ്സിനെ പറയുന്നവർ ഐസെൻട്രോപ്പിക് ആണ്. ഓക്കെ, ഈ റിവേഴ്സിബിൾ പ്രോസസ്സൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ജസ്റ്റ് ഒന്ന് പറയാം. ഇവിടെ ഞാൻ പ്രോസസ്സ് 1-2 കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് 1-2 എക്സ്പാൻഷൻ പ്രോസസ്സാണ്. ഓക്കെ, ഇനി ഞാൻ ഈ 2 എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ നിന്ന് തിരിച്ച് 1 എന്ന് പറഞ്ഞ സ്റ്റേറ്റിലോട്ട് പോകുന്നു. എന്താണ്, പ്രോസസ്സ് റിവേഴ്സ് ചെയ്തു. ഒരു പ്രോസസ്സ് റിവേഴ്സിബിൾ പ്രോസസ്സാണെങ്കിൽ ഇപ്പം ഫോർവേഡ് ഡയറക്ഷനിൽ നടന്ന പ്രോസസ്സ് ഓക്കെ, ആ സെയിം പാത്ത് വഴി തന്നെ ആ ഇനീഷ്യൽ ഫസ്റ്റ് ഉണ്ടായ കണ്ടീഷനിൽ എത്തണം. പിന്നെ ആ കണ്ടീഷനിൽ എത്തിക്കഴിഞ്ഞാൽ ഇനീഷ്യൽ ഉണ്ടായ കണ്ടീഷൻ പെർഫെക്റ്റ്ലി റീസ്റ്റോർ ചെയ്യണം. അതായത് ഇങ്ങനെ ആ ഒരു പ്രോസസ്സ് നടന്നതായിട്ടുള്ളതിൻ്റെ ഒരു ട്രേസസും അവിടെ അവശേഷിക്കാൻ വേണ്ടി പാടില്ല. അത്തരം പ്രോസസ്സാണ് റിവേഴ്സിബിൾ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഫോർവേഡ് ഡയറക്ഷനിൽ ഒരു പ്രോസസ്സ് നടന്നു, ആ സെയിം പാത്തിലൂടെ പോയിട്ട് ആ ഇനീഷ്യൽ സ്റ്റേറ്റിൽ തന്നെ എത്തണം. ആ ഇനീഷ്യൽ സ്റ്റേറ്റിൽ എത്തിക്കഴിഞ്ഞാൽ ആ ഇങ്ങനെ രണ്ട് പ്രോസസ്സ് നടന്നതിൻ്റെ ഒരു എവിഡൻസ് അവിടെ ഉണ്ടാകാൻ വേണ്ടി പാടില്ല. സിസ്റ്റത്തിനും സറൗണ്ടിങ്സിനും ഒരു വേരിയേഷനും ഉണ്ടാകാൻ വേണ്ടി പാടില്ല. ഇനീഷ്യൽ എങ്ങനെയായിരുന്നു ഉണ്ടായത് അതേ സ്റ്റേറ്റിൽ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്സ് ഉണ്ടാവണം. അതാണ് റിവേഴ്സിബിൾ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു റിവേഴ്സിബിൾ അഡിയബാറ്റിക് പ്രോസസ്സിനെ പറയുന്ന പേരെന്താണ്, ഐസെൻട്രോപ്പിക് പ്രോസസ്സ്. അതായത് എൻട്രോപ്പി കോൺസ്റ്റൻ്റ് ആയിരിക്കും ആ പ്രോസസ്സിൽ. ഇതിൻ്റെ റിലേഷൻസ് നോക്കാം. പി വി ടി റിലേഷൻസ്. ഫസ്റ്റത്തത് പ്രഷർ വോളിയം റിലേഷൻ എന്താ, പി വി റേസ് ടു ഗാമ ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് അഡിയബാറ്റിക് പ്രോസസ്സിൻ്റെ. അതേപോലെ ടി വി റേസ് ടു ഗാമ -1 ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. അതേപോലെ പി ബൈ ടി റേസ് ടു ഗാമ ബൈ ഗാമ -1 ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. ഇതാണ് റിലേഷൻസ്. ഒക്കെ ഒരു പി വി ഡയഗ്രത്തിൽ കാണിച്ചിട്ടുണ്ട്, അഡിയബാറ്റിക് പ്രോസസ്സ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ,
ഈ കർവ് അതിൻ്റെ റിലേഷൻ എങ്ങനെ കാണിച്ചിരിക്കുന്നത് പി വി റേസ് ടു ഗാമ ഇസ് ഈക്വൽ ടു കോൺസ്റ്റൻ്റ് ആണ്. ഇവിടെ ഗാമ എന്ന് പറയുന്നത് അഡിയബാറ്റിക് ഇൻഡെക്സ് എന്ന് പറയും. ഓക്കെ, റേഷ്യോ ഓഫ് സ്പെസിഫിക് ഹീറ്റ്, അതായത് സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ഡിവൈഡ് ബൈ സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം. എന്ത് കിട്ടും? അഡിയബാറ്റിക് ഇൻഡെക്സിൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ, ഇതിൻ്റെ വാല്യൂ എയറിന് ഗാമയുടെ വാല്യൂ എന്ന് പറയുന്നത് 1.4 ആണ്. ഈ ഒരു റിലേഷൻസ് പഠിച്ചിരിക്കണം. ഓക്കെ, ഇത് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ആവശ്യമാണ്. ഇപ്പം 1ലെ പ്രഷർ അതേപോലെ വോളി അറിയാം, ഇവിടുത്തെ പ്രഷർ അറിയാം, വോളി അറിയില്ല. ഓക്കെ, ഒരു അഡിയബാറ്റിക് പ്രോസസ്സിന് അത് കണ്ടുപിടിക്കണം. നമുക്ക് ഏത് റിലേഷൻ ഉപയോഗിക്കാം? ഇപ്പം പ്രോസസ് 1-2 അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ P1 V1 റേസ് ടു ഗാമ ഇസ് ഈക്വൽ ടു P2 V2 റേസ് ടു ഗാമ എന്നാണ് കിട്ടുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ അൺനോൺ പ്രോപ്പർട്ടി നമുക്ക് അതിൽ നിന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അതേപോലെ ടെമ്പറേച്ചർ, 1ലെ ടെമ്പറേച്ചർ വോളി അറിയുക, 2ലെ ടെമ്പറേച്ചർ അറിയുക, വോളി അറിയില്ല. ആ കേസിൽ നമുക്ക് ഈ ഒരു റിലേഷൻ ഉപയോഗിക്കാം. അതേപോലെ പ്രഷർ ആൻഡ് ടെമ്പറേച്ചേഴ്സാണ് അറിയുന്നതെങ്കിൽ ഈ ഒരു റിലേഷൻ യൂസ് ചെയ്തിട്ട് ആ അൺനോൺ പ്രോപ്പർട്ടി കണ്ടുപിടിക്കേണ്ടി വരും. പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ആവശ്യമാണ്. അടുത്തത് വർക്ക് ഡൺ. പ്രോസസ് 1-2 അതിന് വർക്ക് ഡണ്ണിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് വർക്കാണ്, അല്ലെങ്കിൽ PdV വർക്കിൻ്റെ എക്സ്പ്രഷനാണ് കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും W12 ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ 1 to 2 PdV. ഈ ഒരു ഇൻറ്റഗ്രൽ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യണം. എന്ത് വേണം? പ്രഷർ ആസ് എ ഫംഗ്ഷൻ ഓഫ് വോളിയം നമുക്ക് അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ ഈ ഒരു ഇൻറ്റഗ്രൽ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അത് നോക്കാം. അഡിയബാറ്റിക് റിലേഷൻ എന്താ? P1 V1 റേസ് ടു ഗാമ ഇസ് ഈക്വൽ ടു P2 V2 റേസ് ടു ഗാമ ഇസ് ഈക്വൽ ടു PV റേസ് ടു ഗാമ ഇസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. ഇതിൽ ഈ ഒരു ടേം മാത്രം ഞാൻ കൺസിഡർ ചെയ്യുന്നത്. ഇതിൽ പ്രഷർ ഈസ് ഈക്വൽ ടു എന്ത് എഴുതാൻ വേണ്ടി പറ്റും? പ്രഷർ ഈസ് ഈക്വൽ ടു C, കോൺസ്റ്റൻ്റ് ആണ്, C/V റേസ് ടു ഗാമ എന്ന് എഴുതാൻ വേണ്ടി പറ്റും. ഓക്കെ, നമുക്ക് എന്ത് കിട്ടി? പ്രഷറിന് ഇൻ ടേംസ് ഓഫ് വോളിയത്തിലുള്ളൊരു റിലേഷൻ കിട്ടി. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക? ഇത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഈ ഇൻറ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇവാലുവേറ്റ് ചെയ്യുന്ന കിട്ടും. പ്രഷറിൻ്റെ സ്ഥാനത്ത് C/V റേസ് ടു ഗാമ, ബാക്കിയുള്ളത് dV ആണ്. ഇത് ഇനി ഇവാലുവേറ്റ് ചെയ്യേണ്ടത് ഈ ഒരു ടേം, ഇതിൽ നിന്ന് C കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഞാൻ പുറത്തെടുത്തിട്ടുണ്ട്. 1/V റേസ് ടു ഗാമ എന്താണ്? V റേസ് ടു മൈനസ് ഗാമ. ഓക്കെ, ഈ ഒരു ഫോമിലോട്ട് കിട്ടി. ഇനി ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത് ഇൻറ്റഗ്രൽ x റേസ് ടു n ഫോർമാറ്റിൽ എന്ത് കിട്ടും? x റേസ് ടു n+1/n+1 ആണ്. ഓക്കെ, ഇവിടെ n-ൻ്റെ സ്ഥാനത്ത് മൈനസ് ഗാമ, അതായത് V റേസ് ടു മൈനസ് ഗാമ പ്ലസ് 1 ഡിവൈഡ് ബൈ മൈനസ് ഗാമ പ്ലസ് 1. ഇൻറ്റഗ്രേഷൻ്റെ ലിമിറ്റ് 2ലെ വോളിയം ആണ് ലിമിറ്റ് കൊടുക്കേണ്ടത്. 2ലെ വോളിയം V2 ആണ്, 1ലെ വോളിയം എന്ന് പറയുന്നത് V1 ആണ്. ഓക്കെ, ഈ ഒരു ടേം ഇത് ഞാൻ പുറത്തോട്ട് എടുത്ത് എഴുതിയിട്ടുണ്ട്. ഇത് 1 മൈനസ് ഗാമ ഇൻറ്റു V റേസ് ടു 1 മൈനസ് ഗാമ V2 V1. ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നത് ഇൻറ്റഗ്രേഷൻ്റെ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആദ്യം V2 C/1 മൈനസ് ഗാമ ഇൻറ്റു V2 റേസ് ടു 1 മൈനസ് ഗാമ മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുന്നത് V1 റേസ് ടു 1 മൈനസ് ഗാമ. ഓക്കെ, ഇതിന് ഈ ഒരു സീനെ ഞാൻ അകത്തോട്ടെടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യണം, അതേപോലെ ഇവിടെയും മൾട്ടിപ്ലൈ ചെയ്യണം. ആ ഒരു ഫോർമാറ്റാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇനി ഈ സീന് ഞാൻ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അഡിയബാറ്റിക് പ്രോസസ്സിൻ്റെ റിലേഷൻ P1 V1 റേസ് ടു ഗാമ ഇസ് ഈക്വൽ ടു P2 V2 റേസ് ടു ഗാമ ഇസ് ഈക്വൽ ടു C, കോൺസ്റ്റൻറ്റ്. ഓക്കെ, ഈ ഒരു സീൻ്റെ സ്ഥാനത്ത് ഞാൻ കൊടുക്കുന്നത് P2 V2 റേസ് ടു ഗാമയും ഈ ഒരു സീൻ്റെ സ്ഥാനത്ത് കൊടുക്കുന്നത് P1 V1 റേസ് ടു ഗാമയാണ്. ഈ ഒരു റിലേഷൻ സീൻ്റെ വാല്യൂ ഇതൊക്കെ സെയിം ആണ്. ഓക്കെ, സീൻ്റെ വാല്യൂ ഇത് കൊടുത്താലും നമുക്ക് ഇതായാലും കൊടുക്കാം. ഈ ഇക്വേഷൻ പ്രകാരം നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അതായത് W12 ഇസ് ഈക്വൽ ടു ഈ ഒരു സീൻ്റെ സ്ഥാനത്ത് P2 V2 റേസ് ടു ഗാമ ഇൻറ്റു ബാക്കിയുള്ള ടേം പറഞ്ഞാൽ V2 റേസ് ടു 1 മൈനസ് ഗാമ. ഇനി ഇവിടെ വരുന്ന സമയത്ത് P1 V1 റേസ് ടു ഗാമ ഇൻറ്റു V1 റേസ് ടു ഈ ഒരു ടേം. ഓക്കെ, ഇനി ഇത് നോക്കുക. V2 റേസ് ടു ഗാമ ഇൻറ്റു V2 റേസ് ടു 1 മൈനസ് ഗാമ എന്താ? A റേസ് ടു M ഇൻറ്റു A റേസ് ടു N ഫോർമാറ്റാണ്. A റേസ് ടു M പ്ലസ് N വരണം. അതായത് V2 റേസ് ടു ഗാമ പ്ലസ് 1 മൈനസ് ഗാമ. അതേപോലെ ഇവിടെ V1 റേസ് ടു ഗാമ പ്ലസ് 1 മൈനസ് ഗാമ. ഇത് സോൾവ് ചെയ്താൽ എന്താ കിട്ടുക? ഗാമ പ്ലസ് 1 മൈനസ് ഗാമ, ഗാമയും ഗാമയും പോയി. ബാക്കി എന്തായാലും അത് V2 റേസ് ടു 1 അല്ലെങ്കിൽ V2. ഇവിടെ അതേപോലെ ഗാമ മൈനസ് ഗാമ ക്യാൻസലായി V1 റേസ് ടു 1 ആണ്. സോൾവ് ചെയ്താൽ എന്താ കിട്ടുന്നത്? W12 ഇസ് ഈക്വൽ ടു P2 V2 മൈനസ് P1 V1 ഡിവൈഡ് ബൈ 1 മൈനസ് ഗാമ. അല്ലെങ്കിൽ ഇതിനെ മൈനസ് ഇതിനെ ഗാമ മൈനസ് 1 ഫോർമാറ്റിലേക്ക് മാറ്റിയാലോ? മുകളിൽ എന്തായാലും ഞാൻ മൈനസിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. എന്ത് കിട്ടും?
P1 V1 മൈനസ് P2 V2 ഡിവൈഡ് ബൈ ഗാമ മൈനസ് 1 W12. ഇതാണ് വർക്ക് ഡണ്ണിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് പെർഫെക്റ്റ് ഗ്യാസിന് എന്ത് എഴുതാൻ വേണ്ടി പറ്റും? പി വി ഈസ് ഈക്വൽ ടു MRT, ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് ഇക്വേഷൻ. പി വി ഈസ് ഈക്വൽ ടു M ഇൻറ്റു R ഇൻറ്റു ടി. എം മാസാണ്, R ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് കോൺസ്റ്റൻ്റ് ആണ്, അതേപോലെ T ടെമ്പറേച്ചർ ഇൻ കെൽവിൻ. P1 V1 സ്ഥാനത്ത് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? M ഇൻറ്റു R ഇൻറ്റു T1 മൈനസ് M ഇൻറ്റു R ഇൻറ്റു T2 P2 V2 സ്ഥാനത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, റീഅറേഞ്ച് ചെയ്താൽ എന്ത് കിട്ടും? W12 ഈസ് ഈക്വൽ ടു M ഇൻറ്റു R ഇൻറ്റു T1 മൈനസ് T2 ഡിവൈഡ് ബൈ ഗാമ മൈനസ് 1. വർക്ക് ഡണ്ണിൻ്റെ എക്സ്പ്രഷൻ. ഹീറ്റ് ട്രാൻസ്ഫർ അഡിയബാറ്റിക് പ്രോസസ്സാണ്. ഹീറ്റ് ട്രാൻസ്ഫർ എന്താണ്? 0 ആണ്. ഓക്കെ, Q12 എന്ന് പറയുന്നത് 0. ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി എങ്ങനെ കണ്ടുപിടിക്കുക? U2 മൈനസ് U1 ഈസ് ഈക്വൽ ടു M ഇൻറ്റു CV ഇൻറ്റു T2 മൈനസ് T1 വെച്ചിട്ട് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ ഇവിടെ നമുക്ക് ഒരു ഫസ്റ്റ് ലോ അപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? Q12 ഈസ് ഈക്വൽ ടു U2 മൈനസ് U1 പ്ലസ് W12. ഫസ്റ്റ് ലോ ഫോർ എ പ്രോസസ്സാണ്. ക്ലോസ്ഡ് സിസ്റ്റം അണ്ടർ ഗോയിങ് എ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്. അതിൻ്റെ ഫസ്റ്റ് ലോൻ്റെ എക്സ്പ്രഷനാണിത്. ഇതിൽ നമുക്ക് ഹീറ്റ് ട്രാൻസ്ഫർ 0 കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്ത് വരും? U2 മൈനസ് U1 ഈസ് ഈക്വൽ ടു മൈനസ്, ഇതിനെ ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുവരുന്നത്, ഇത് 0 നീട്ടുമ്പോൾ 0 ആണ്, മൈനസ് W12. അല്ലെങ്കിൽ W12 ഈസ് ഈക്വൽ ടു എന്ത് എഴുതാൻ വേണ്ടി പറ്റും? U1 മൈനസ് U2. ഈ ഒരു സെൻറ്റൻസിൻ്റെ മീനിങ് എന്താണ് നോക്കാം. വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി. ഓക്കെ, അതാണ് ഇതിൻ്റെ മീനിങ്. ഇൻ ആൻ അഡിയബാറ്റിക് എക്സ്പാൻഷൻ ദ വർക്ക് ഡൺ ബൈ ദ ഫ്ലൂയിഡ് ഈസ് അറ്റ് ദ എക്സ്പെൻസ് ഓഫ് എ റിഡക്ഷൻ ഇൻ ഇൻറ്റേർണൽ എനർജി ഓഫ് ദ ഫ്ലൂയിഡ്. ഒരു അഡിയബാറ്റിക് എക്സ്പാൻഷൻ പ്രോസസ്സിൽ നമുക്ക് കിട്ടുന്ന വർക്ക് ഡൺ അതെന്താണ്? ഇൻ എക്സ്പെൻസ് ഓഫ് ഇൻറ്റേർണൽ എനർജിയാണ്. അവിടെ വേറെ ഹീറ്റ് ഇൻട്രാക്ഷൻ ഒന്നുമില്ല. ഈക്വേഷൻ്റെ മീനിങ് അതാണ് പറയുന്നത്. നമുക്ക് നോക്കാം. ഒരു എക്സ്പാൻഷൻ പ്രോസസ്സ്, പിസ്റ്റൺ ഇവിടെ സിസ്റ്റം ഇവിടെ കാണിച്ചിട്ടുണ്ട്. എക്സ്പാൻഷൻ പ്രോസസ് എന്ന് വെച്ചാൽ പിസ്റ്റൺ ഈ ഒരു ഡയറക്ഷനിലായിരിക്കും, ഔട്ട്വാർഡ് ഡയറക്ഷനിലായിരിക്കും മൂവ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ആ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന സമയത്ത് വോളിയം ഇൻക്രീസ് ചെയ്തു. ഓക്കെ, ഈ ഒരു ഡയറക്ഷനിൽ മൂവ് ചെയ്ത ഗ്യാസ് വോളിയം ഇൻക്രീസ് ചെയ്തു, പ്രഷർ ഡിക്രീസ് ചെയ്യും, ടെമ്പറേച്ചറും ഡിക്രീസ് ചെയ്യും. ഓക്കെ, ഇതാണ് എക്സ്പാൻഷൻ പ്രോസസ്സ്. പ്രോസസ്സ് 1-2 ആണ് കാണിച്ചിരിക്കുന്നത്. ഇനീഷ്യലായിരിക്കും ഹയർ പ്രഷർ ഉണ്ടാവുക, ഹയർ ടെമ്പറേച്ചർ, എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് പ്രഷർ കുറയും, വോളിയം ഇൻക്രീസ് ചെയ്യും. ഓക്കെ, V2 വരുന്ന സമയത്ത് വോളിയം ഇൻക്രീസ് ചെയ്തു. ഓക്കെ, ആ സമയത്ത് കിട്ടുന്ന വർക്ക് എന്ന് പറയുന്നത് എന്താണ്? ഇനീഷ്യൽ സ്റ്റേറ്റിലെ ഇൻറ്റേർണൽ എനർജി മൈനസ് ഫൈനൽ സ്റ്റേറ്റിലെ ഇൻറ്റേർണൽ എനർജി. ആ ഇൻറ്റേർണൽ എനർജിയുടെ ഡിഫറൻസ് ആണ് നമുക്ക് വർക്കായിട്ട് കിട്ടുന്നത്. ഓക്കെ, നോക്കാം. ഇതിൻ്റെ സൈനും നോക്കാം. ഇപ്പം ഇനീഷ്യൽ സ്റ്റേറ്റ് 1 ആണ്. ഇവിടെ ഹൈ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ. ഈ ഒരു സ്റ്റേറ്റിലായിരിക്കും ഹയർ ഇൻറ്റേർണൽ എനർജി ഉണ്ടാവുക. ഓക്കെ, ഇൻറ്റേർണൽ എനർജി ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടെമ്പറേച്ചർ ഫോർ ആൻ ഐഡിയൽ ഗ്യാസ്. ഈ പോയിന്റിലായിരിക്കും ഹയർ ഇൻറ്റേർണൽ എനർജി ഉണ്ടാവുക. എക്സ്പാൻഷൻ കുറഞ്ഞിട്ട് ഇവിടെ വരുന്ന സമയത്ത് പ്രഷറും ടെമ്പറേച്ചറും കുറഞ്ഞു. മീൻസ് ഈ ഒരു സ്റ്റേറ്റിൽ ഇൻറ്റേർണൽ എനർജി കുറവാണ്. മീൻസ് U1 മൈനസ് U2 നമുക്കൊരു പോസിറ്റീവ് ക്വാണ്ടിറ്റിയാണ് കിട്ടുക. അതായത് വർക്ക് എന്ന് പറയുന്നത് പോസിറ്റീവ് ക്വാണ്ടിറ്റി. എക്സ്പാൻഷൻ മീൻസ് എക്സ്പാൻഷൻ വർക്ക് എന്ന് പറയുന്നത് എന്താണ്? നമുക്കൊരു പോസിറ്റീവ് വർക്കാണ് ഇവിടെ കിട്ടുന്നത്. ഓക്കെ, നമുക്ക് വർക്ക് ഡൺ ബൈ ദ ഫ്ലൂയിഡ് എന്താ ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. മീൻസ് നമുക്ക് ഒരു വർക്ക് ഔട്ട്പുട്ടാണ് ഇവിടെ കിട്ടുന്നത്. സിസ്റ്റത്തിൽ നിന്ന് പുറത്തോട്ടുള്ള വർക്ക് എന്ന് പറയുന്നത് പോസിറ്റീവ് ക്വാണ്ടിറ്റി. ഓക്കെ, ഇനി നേരെ റിവേഴ്സ് കംപ്രഷൻ പ്രോസസ്സ് എടുത്താൽ എന്താ കിട്ടുക? സിമിലർലി ഇൻ ആൻ അഡിയബാറ്റിക് കംപ്രഷൻ പ്രോസസ് വർക്ക് ഡൺ ഓൺ ദ ഫ്ലൂയിഡ് ഈസ് യൂസ്ഡ് ടു ഇൻക്രീസ് ദ ഇൻറ്റേർണൽ എനർജി ഓഫ് ദി ഫ്ലൂയിഡ്. ഇനി സെയിം സിസ്റ്റത്തിനെ കംപ്രസ് ചെയ്യുന്നത്, പിസ്റ്റൺ ഞാൻ ഡൗൺവേർഡ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യിക്കുന്നത്, ഗ്യാസിനെ കംപ്രസ് ചെയ്യുന്നത്. ആ സമയത്ത് വർക്ക് ഡൺ ഓൺ ദ ഫ്ലൂയിഡാണ്. ഓക്കെ, സിസ്റ്റത്തിലോട്ടാണ് വർക്ക് ട്രാൻസ്ഫർ നടക്കുന്നത്. ആ ഒരു ടൈമിൽ എന്താ സംഭവിക്കുന്നത്? സിസ്റ്റത്തിൻ്റെ ഇൻറ്റേർണൽ എനർജി ഇൻക്രീസ് ചെയ്യുന്നു. ആ സപ്ലൈ ചെയ്യുന്ന വർക്കിന് ഇക്വലൻ്റ് ആയിട്ട് ഇൻറ്റേർണൽ എനർജി ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ആ ട്രാൻസ്ഫർ ചെയ്യുന്ന വർക്ക്, സിസ്റ്റത്തിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന വർക്കൊക്കെ സിസ്റ്റത്തിൻ്റെ ഇൻറ്റേർണൽ എനർജി ഇൻക്രീസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ എന്താ? വർക്ക് ഡൺ ഓൺ ദ ഫ്ലൂയിഡ് ആണ്. അത് നെഗറ്റീവ് ക്വാണ്ടിറ്റിയാണ് വേണ്ടുന്നത്. ഈക്വേഷൻ പ്രകാരം അത് കറക്റ്റ് വരുന്നുണ്ട്. നോക്കാം. W12 എനിക്ക് നെഗറ്റീവാണ് കിട്ടേണ്ടത്. നമ്മളെ സൈൻ കൺവെൻഷൻ പ്രകാരം വർക്ക് ഡൺ ഓൺ ദ ഫ്ലൂയിഡ് അല്ലെങ്കിൽ സിസ്റ്റത്തിലോട്ടുള്ള വർക്ക് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് ക്വാണ്ടിറ്റിയാണ്. ഇത് നെഗറ്റീവ് കിട്ടുന്നുണ്ടോ നോക്കാം. നെഗറ്റീവ് കിട്ടുന്നുണ്ടെങ്കിൽ U2 ആയിരിക്കും ഹയർ വാല്യൂ, U1 ലോവർ വാല്യൂ ആണ്. നമുക്ക് നോക്കാം. കംപ്രഷൻ പ്രോസസ്സാണ്. കംപ്രസ് ചെയ്യുന്ന സമയത്ത് പിന്നെ പിസ്റ്റൺ ഡൗൺവേർഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യിക്കുന്നത്. വോളിയം ഡിക്രീസ് ചെയ്യും, അതേപോലെ പ്രഷർ ഇൻക്രീസ് ചെയ്യും. ഇതാണ് ഇപ്പോൾ നമ്മളെ പ്രോസസ്സ് 1-2 എന്ന് പറയുന്നത്.
ഓക്കെ, 1 പ്രഷർ കുറവാണ്, ടെമ്പറേച്ചറും കുറവായിരിക്കും. 1 ഇൻറ്റേർണൽ എനർജി എന്ന് പറയുന്നത് ലോ വാല്യൂ ആണ്. കംപ്രസ് ചെയ്യുന്ന സമയത്ത് ഇൻറ്റേർണൽ എനർജി എന്തായി? ഇൻക്രീസ് ചെയ്തു, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തു. മീൻസ് ഹയർ ഇൻറ്റേർണൽ എനർജി എന്ന് പറയുന്നത് 2 എന്ന് പറഞ്ഞ പോയിന്റിലാണ് ഹയർ ഇൻറ്റേർണൽ എനർജി. ഓക്കെ, ലോവർ മൈനസ് ഹയർ നമുക്ക് എന്ത് കിട്ടും? നെഗറ്റീവ് ക്വാണ്ടിറ്റി തന്നെ കിട്ടും. ഓക്കെ, നമ്മൾ സൈൻ കൺവെൻഷനുമായിട്ട് കറക്റ്റായിട്ട് വരുന്നുണ്ട്. അത് ഇവിടെ ആ ട്രാൻസ്ഫർ ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് എന്താണ്? സിസ്റ്റത്തിൻ്റെ ഇൻറ്റേർണൽ എനർജി ഇൻക്രീസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതേപോലെ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് ഇൻ എക്സ്പെൻസ് ഓഫ് ഇൻറ്റേർണൽ എനർജിയാണ്. തൊട്ട് മുമ്പിൽ പറഞ്ഞ കേസ് അഡയബാറ്റിക് പ്രോസസ്സ്. അടുത്തത് പോളിട്രോപിക് പ്രോസസ്സ്. For all the thermodynamic processes, the relation between pressure and volume can be described by a single equation PV raised to n is equal to constant, where the value of n depends on the process. Polytropic process എന്ന് പറയുന്നത് ഒരു ജനറലൈസ്ഡ് റെപ്രസെൻറ്റേഷൻ ഓഫ് തെർമോഡൈനാമിക് പ്രോസസ്സാണ്. നമുക്ക് എല്ലാ തെർമോഡൈനാമിക് പ്രോസസ്സിനെയും ഒരു പി വി റേസ് ടു എൻ ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ആ എന്നിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് പ്രോസസ്സിന് അത് ഡിഫറെൻ്റ് ആയിരിക്കും. എന്നിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി, നെഗറ്റീവ് വാല്യൂ വരില്ല. ദ വാല്യൂ ഓഫ് ഇൻഡെക്സ് എൻ റിമെയിൻസ് കോൺസ്റ്റൻറ്റ് ത്രൂ ഔട്ട് എനി പർട്ടിക്കുലർ പ്രോസസ്സ്. അതായത് ഒരു പർട്ടിക്കുലർ പ്രോസസ്സ് നടക്കുന്ന സമയത്ത് എന്നിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, എന്നിൻ്റെ വാല്യൂ ഇപ്പം 1.1 ആണെന്ന് വെച്ചോ. ഒരു പ്രോസസ്സ് നടക്കുന്ന ത്രൂ ഔട്ടായിട്ട് എന്നിൻ്റെ വാല്യൂ എന്ത് തന്നെ ആയിരിക്കും? 1.1 തന്നെ ആയിരിക്കും. ഓക്കെ, ആ വാല്യൂവിന് ചേഞ്ച് ഉണ്ടാവില്ല. The equation PV raised to n is equal to constant is called polytropic law, and the process in which the state of a system changes in accordance with this relation is called polytropic process. Okay, polytropic process എന്ന് വെച്ചാൽ അത് in accordance with the law ഏതായിരിക്കും? PV raised to n is equal to constant. ആ ഒരു റിലേഷൻ, പ്രഷർ വോളിയം റിലേഷൻ ഫോളോ ചെയ്യുന്ന ഒരു പ്രോസസ്സിനാണ് നമ്മൾ പോളിട്രോപ്പിക് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ആ എന്നിൻ്റെ വാല്യൂ ഇവാലുവേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്യും. അതിൻ്റെ റിലേഷൻസ് നോക്കാം. പി വി ടി റിലേഷൻസ്, പി വി റേസ് ടു എൻ ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. അതേപോലെ ടി വി റിലേഷൻ എന്ന് പറയുന്നത് ടി വി റേസ് ടു എൻ മൈനസ് 1 ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. അതേപോലെ പി ബൈ ടി റേസ് ടു എൻ ബൈ എൻ മൈനസ് 1 ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. ഇതാണ് പി വി ടി റിലേഷൻസ് വരുന്നത്. വർക്ക് ഡണ്ണിൻ്റെ എക്സ്പ്രഷൻ നോക്കാം. ഓക്കെ, അഡയബാറ്റിക്കും ചെയ്ത സെയിം സ്റ്റെപ്സ് ആണ്. ഫോർ പ്രോസസ് 1 to W12 is equal to integral 1 to 2 PdV. ഓക്കെ, ഇവിടെ എന്താ? P1 V1 raised to n is equal to P2 V2 raised to n is equal to PV raised to n is equal to constant. നേരത്തെ പോലെ P is equal to C by V raised to n എഴുതാം. ഇനി എന്താ? ഈ P യുടെ സ്ഥാനത്ത് ഈ ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്നത്. അഡയബാറ്റിക് പ്രോസസ്സിൽ നമുക്ക് എന്തായിരുന്നു? ഗാമയായിരുന്നു. ആ സ്ഥാനത്തോട്ട് n വരുന്നത് എന്നുള്ള ഡിഫറൻസ് ആണ് അവിടെ വരുന്നത്. ഓക്കെ, ബാക്കി സ്റ്റെപ്സൊക്കെ സിമിലർ ആണ്, നോക്കുക, എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. എന്ത് കിട്ടും? വർക്ക് ഡണ്ണിൻ്റെ എക്സ്പ്രഷൻ W12 is equal to P1 V1 minus P2 V2 by n minus 1. ഓക്കെ, പെർഫെക്റ്റ് ഗ്യാസ് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്താൽ? പി വി is equal to MRT എന്ന് എഴുതാം. തൊട്ട് മുമ്പിൽ അഡയബാറ്റിക്കും ചെയ്ത സെയിം സ്റ്റെപ്സ് തന്നെയാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടും? W12 is equal to M into R into T1 minus T2 by n minus 1 എന്ന് കിട്ടും. ഓക്കെ, അഡയബാറ്റിക്കിൽ എന്നിൻ്റെ സ്ഥാനത്ത് ഗാമയായിരുന്നു. ആ ഒരു ഡിഫറൻസ് ആണ് ഇവിടെ വരുന്നത്. ഇനി ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താ ഉപയോഗിക്കുക? U2 മൈനസ് U1 is equal to M into CV into T2 മൈനസ് T1. നോർമൽ ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാം. ഇനി ഹീറ്റ് ട്രാൻസ്ഫർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അഡയബാറ്റിക് പ്രോസസ്സിലെ ഹീറ്റ് ട്രാൻസ്ഫർ കണ്ടുപിടിക്കാനുള്ള എക്സ്പ്രഷനാണ് ഡിറൈവ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് ലോ ഫോർ എ പ്രോസസ്, ക്ലോസ്ഡ് സിസ്റ്റം അണ്ടർഗോയിങ് എ പ്രോസസ്. എന്താ ചെയ്താൽ? Q12 is equal to U2 മൈനസ് U1 പ്ലസ് W12. ഇവിടെ നമ്മളിനി U2 മൈനസ് U1നും W12നും എക്സ്പ്രഷൻസ് ഓൾറെഡി കണ്ടുപിടിച്ച എക്സ്പ്രഷൻ ഉണ്ട് വർക്കിന്. അതേപോലെ ഇൻറ്റേർണൽ എനർജിയുടെ എക്സ്പ്രഷൻ അറിയാം. രണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, U2 മൈനസ് U1 is equal to MCV into T2 മൈനസ് T1. ഓക്കെ, W12ന് MR T1 മൈനസ് T2 by n മൈനസ് 1. ഓക്കെ, ഇത് നമ്മൾ ഡിറൈവ് ചെയ്ത് വെച്ച എക്സ്പ്രഷനാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇക്വേഷൻ നമ്പർ 3 എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സി വിക്ക് ഒരു എക്സ്പ്രഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി പോവുകയാണ്. നമുക്കറിയാം സി പി മൈനസ് സി വി is equal to R ആണ്. ഐഡിയൽ ഗ്യാസ് റിലേഷൻ സി പി മൈനസ് സി വി is equal to R ആണ്. ഓക്കെ, ഐഡിയൽ ഗ്യാസിന് ഈ ഇക്വേഷൻ ഞാൻ സി വിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. സി പി ബൈ സി വി. ഓക്കെ, ഇവിടെ സി വി ബൈ സി വി എന്ന് വെച്ചാൽ 1 ആണ്. ഇവിടെ R ബൈ സി വി. സി പി ബൈ സി വി എന്താണ്? ഗാമയാണ്. ഓക്കെ, ഈ ഇക്വേഷൻ എങ്ങനെ മാറും? ഗാമ മൈനസ് 1 is equal to R ബൈ സി വി.
അല്ലെങ്കിൽ സി വി ഈസ് ഈക്വൽ ടു എന്ത് എഴുതാൻ വേണ്ടി പറ്റും, ആർ ബൈ ഗാമ മൈനസ് 1. ഇക്വേഷൻ നമ്പർ 4 എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ചിലപ്പം പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഇക്വേഷൻ ആവശ്യം വരും. സി വി ഈസ് ഈക്വൽ ടു ആർ ബൈ ഗാമ മൈനസ് 1. ഓക്കെ, ആർ എന്ന് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് കോൺസ്റ്റൻറ്റ്. ഇനി ഇതേപോലെ സി പിക്ക് നമുക്കൊരു എക്സ്പ്രഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഇവിടെ ഞാൻ ഈ ഒരു ഇക്വേഷനെ സി വിനെ കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അതിന് പകരം സി പിനെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഇങ്ങനൊരു എക്സ്പ്രഷൻ കിട്ടും. സി പി ഈസ് ഈക്വൽ ടു ആർ ഗാമ ബൈ ഗാമ മൈനസ് 1 എന്ന് പറഞ്ഞൊരു എക്സ്പ്രഷൻ നമുക്ക് കിട്ടും. ഓക്കെ, ഇനി ഈ ഇക്വേഷൻ നമ്പർ 4 ഇക്വേഷൻ നമ്പർ 3ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇക്വേഷൻ നമ്പർ 4 ഇക്വേഷൻ നമ്പർ 3 ആണ്. ഈ ഒരു ഇക്വേഷൻ നമ്പർ 3ലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെയാണ് എന്ത് കിട്ടും, സി വിയുടെ സ്ഥാനത്ത് ആർ ബൈ ഗാമ മൈനസ് 1 എന്ന് എഴുതാൻ വേണ്ടി പറ്റും. ഓക്കെ, എം ഇൻറ്റു ആർ ഇൻറ്റു T1 മൈനസ് T2 ബൈ എൻ മൈനസ് 1 ഈ ഒരു ടേം. ഓക്കെ, ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെ T2 മൈനസ് T1 ആണ്. ഇതിൽ നെഗറ്റീവ് പുറത്തെടുത്താൽ എന്ത് ചെയ്താൽ T1 മൈനസ് T2 എന്ന് എഴുതാൻ വേണ്ടി പറ്റും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു ക്വാണ്ടിറ്റി നെഗറ്റീവ്, ഇത് പോസിറ്റീവ്. ആ പോസിറ്റീവ് ക്വാണ്ടിറ്റി ആദ്യം എഴുതിയിട്ടുണ്ട്. പിന്നെ രണ്ടാമത് ഈ ഒരു ക്വാണ്ടിറ്റി നെഗറ്റീവ് എം ഇൻറ്റു ആർ ഇൻറ്റു T1 മൈനസ് T2 ബൈ ഗാമ മൈനസ് 1. ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് അറിയാലോ ഇത് എം ആർ T1 മൈനസ് T2 കോമൺ ആണ്. ബാക്കി 1 ബൈ എൻ മൈനസ് 1 മൈനസ് 1 ബൈ ഗാമ മൈനസ് 1. ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ആയിട്ട് സോൾവ് ചെയ്യുന്നു. എന്ത് കിട്ടും, ഗാമ മൈനസ് 1 മൈനസ് എൻ മൈനസ് 1 ഡിവൈഡ് ബൈ എൻ മൈനസ് 1 ഇൻറ്റു ഗാമ മൈനസ് 1. ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് സോൾവ് ചെയ്താൽ എന്ത് കിട്ടും, ഗാമ മൈനസ് 1 മൈനസ് എൻ പ്ലസ് 1. ഓക്കെ, ബാക്കി ടേംസൊക്കെ സിമിലറിനെ ഈ മൈനസ് 1ഉം പ്ലസ് 1ഉം ക്യാൻസലായി ബാക്കിയുള്ളത് ഗാമ മൈനസ് എൻ ആണ്. ഇനി എന്ത് ചെയ്യുന്നു, ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുന്നു. എങ്ങനെയാണ്, ഗാമ മൈനസ് എൻ ഡിവൈഡ് ബൈ ഗാമ മൈനസ് 1. ബാക്കി എം ആർ T1 മൈനസ് T2 ഡിവൈഡ് ബൈ എൻ മൈനസ് 1 ഉണ്ട്. ഓക്കെ, എന്തിനായിരിക്കും ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവുക? ഇതാണ് ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവാൻ കാരണം എന്താ, ഈ ഒരു ടേം എന്ന് പറയുന്നത് വർക്ക് ഡൺ ആണ്, ആ പ്രോസസ്സിലെ വർക്ക് ഡൺ ആണ്. മീൻസ് ബട്ട് W12 ഈസ് ഈക്വൽ ടു എം ആർ T1 മൈനസ് T2 ബൈ എൻ മൈനസ് 1. നമ്മളെ ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ ഇക്വേഷൻ കിട്ടിയാൽ ഈ ഒരു ടേം എന്ന് പറയുന്നത് വർക്ക് ഡൺ ആണ്. W12 ഈസ് ഈക്വൽ ടു എം ആർ T1 മൈനസ് T2 ബൈ എൻ മൈനസ് 1. അല്ലെങ്കിൽ എന്ത് ചെയ്താൽ Q12 ഈസ് ഈക്വൽ ടു ഇത് ഗാമ മൈനസ് എൻ ബൈ ഗാമ മൈനസ് 1 ഇൻറ്റു W12 എന്ന് എഴുതാൻ വേണ്ടി പറ്റും. അടുത്തത് പോളിട്രോപ്പിക് ഇൻഡെക്സ്, എന്നിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷനാണ് പറയുന്നത്. അറിയാം, P1 V1 റേസ് ടു N ഈസ് ഈക്വൽ ടു P2 V2 റേസ് ടു N. ഓക്കെ, ഇതിൽ നിന്ന് എഴുതാൻ വേണ്ടി പറ്റും P1 ബൈ P2 ഈസ് ഈക്വൽ ടു V2 ബൈ V1 റേസ് ടു N. രണ്ട് സൈഡിലും ലോഗ് എടുക്കുന്നത് ln P1 ബൈ P2. ഇതിനെ ലോഗ് എടുത്താൽ കിട്ടും ലോഗ് ഓഫ് എ റേസ് ടു ബി ഫോർമാറ്റ് ആണ്. ബി ലോഗ് എ ആണ് കിട്ടുക. അതായത് N ഇൻറ്റു ln V2 ബൈ V1. ഇതിൽ നിന്ന് N എന്ത് എഴുതാൻ വേണ്ടി പറ്റും, N ഈസ് ഈക്വൽ ടു ln P1 ബൈ P2 ഡിവൈഡ് ബൈ ln V2 ബൈ V1. മീൻസ് നമുക്ക് P1 അറിയാം, P2 അറിയാം, V1 അറിയാം, V2 അറിയാം. അങ്ങനെയാണെങ്കിൽ ആ പ്രോസസ്സിന് PV റേസ് ടു N ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് ആ രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടില്ല N കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു യൂണിവേഴ്സിറ്റി എക്സാമിൻ്റെ ഏപ്രിൽ 2018. ഇത് വെച്ചാൽ 2015 സ്കീമിൻ്റെ ആണ്. പക്ഷേ സിലബസ് ഓൾമോസ്റ്റ് സിമിലർ ആണ്. ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. ഡ്രോ ദി ഐസോകോറിക്, ഐസോബാറിക്, ഐസോതെർമൽ, അഡിയബാറ്റിക് ആൻഡ് പോളിട്രോപ്പിക് പ്രോസസ്സസ് ഇൻ എ സിംഗിൾ PV ഡയഗ്രാം. ഗിവ് ദ റീസൺ ഫോർ ദി ഷേപ്പ് ഓഫ് ഈച്ച് പ്രോസസ്. അതായത് ഒരു സിംഗിൾ PV ഡയഗ്രത്തിൽ ഈ പ്രോസസ്സൊക്കെ കാണിക്കണം. കോൺസ്റ്റൻറ്റ് വോളിയം, ഐസോകോറിക് മീൻസ് കോൺസ്റ്റൻറ്റ് വോളിയം, ഐസോബാറിക് മീൻസ് കോൺസ്റ്റൻറ്റ് പ്രഷർ, ഐസോതെർമൽ മീൻസ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ, പിന്നെ അഡിയബാറ്റിക്, പോളിട്രോപ്പിക് ഇതൊക്കെ കാണിക്കണം ഒരു സിംഗിൾ PV ഡയഗ്രത്തിൽ. അതിൻ്റെ ഓരോൻ്റെ ഷേപ്പിൻ്റെ റീസണും പറയണം. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ ഓൾറെഡി യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ച ഏപ്രിൽ 2018 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇതിൻ്റെ ആൻസർ എങ്ങനെയാണ് എഴുതേണ്ടത് നോക്കാം. ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ഡിഫറെൻറ്റ് പോളിട്രോപ്പിക് പ്രോസസ്സസ്. നമ്മളെ ഇക്വേഷൻ ഫോർ എ പോളിട്രോപ്പിക് പ്രോസസ്സ് ഞാൻ ഒരു സിംഗിൾ PV ഡയഗ്രത്തിൽ എല്ലാ പ്രോസസ്സും കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിലിപ്പം സെപ്പറേറ്റ് പോളിട്രോപ്പിക് കാണിച്ചിട്ടില്ല. ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് കോൺസ്റ്റൻറ്റ് പ്രഷർ കാണിച്ചിട്ടുണ്ട്, കോൺസ്റ്റൻറ്റ് വോളിയം കാണിച്ചിട്ടുണ്ട്, അതേപോലെ ഐസോതെർമൽ കാണിച്ചിട്ടുണ്ട്, അഡിയബാറ്റിക്കും കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ ഷേപ്പ് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് കേസ്
നമുക്കറിയാം പോളിട്രോപ്പിക് പ്രോസസ് ജനറൽ ഇക്വേഷൻ പി വി റേസ് ടു എൻ ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻ്റ് ആണ്. അതിൽ n 0 വരുന്ന സമയത്ത് എന്ത് സംഭവിക്കും? പി ഇൻറ്റു വി റേസ് ടു 0 ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. വി റേസ് ടു 0 എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു നമ്പർ റേസ് ടു 0 എന്ന് വെച്ചാൽ 1 ആണ്. അല്ലെങ്കിൽ പി ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. പി ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് മീൻസ് എന്താ? ഒരു കോൺസ്റ്റൻറ്റ് പ്രഷർ പ്രോസസ്സാണ്. ഒരു പി വി ഡയഗ്രത്തിൽ കോൺസ്റ്റൻറ്റ് പ്രഷർ പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരു ഹൊറിസോണ്ടൽ ലൈൻ ആയിരിക്കും. ഓക്കെ, ഹൊറിസോണ്ടൽ ലൈനായിട്ടാണ് ഉണ്ടാവുക. ഈ കാണിച്ചിരിക്കുന്നത് എ ഡാഷ് അതൊരു കോൺസ്റ്റൻറ്റ് പ്രഷർ പ്രോസസ്സാണ് കംപ്ലീറ്റ് ആയിട്ട് കാണിച്ചിരിക്കുന്നത്. പക്ഷേ ഇതിലിപ്പോൾ നോക്കുന്ന സമയത്ത് മനസ്സിലാവും ഇവിടെ ഒരു എ ഡാഷ് എന്ന് പറയുന്ന ഈ പ്രോസസ്സ് എന്തായിരിക്കും? എ ഡാഷ് എന്ന് പറയുന്ന പ്രോസസ്സ് എ ഡാഷ് എന്നൊരു പ്രോസസ്സ് അല്ല, ജസ്റ്റ് ആ ലൈൻ ഒരു കോൺസ്റ്റൻറ്റ് ഹൊറിസോണ്ടൽ ലൈൻ കോൺസ്റ്റൻറ്റ് പ്രഷർ പ്രോസസ്സാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. എ ഡാഷ് എന്ന് പറയുന്നത് അതൊരു കോൺസ്റ്റൻറ്റ് പ്രഷർ ഹീറ്റിംഗ് ആയിരിക്കും. കാരണം അവിടെ ഇൻക്രീസ് ഇൻ വോളിയം ഉണ്ട്. എ എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് പ്രഷർ കൂളിംഗ് പ്രോസസ്സാണ്. എ കോൺസ്റ്റൻറ്റ് പ്രഷർ കൂളിംഗ്. ഓക്കെ, അടുത്ത കേസ് എന്നിന് 1 വരുന്നത്. ഓക്കെ, പി വി റേസ് ടു എൻ ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻ്റ് ആണ്. ഇവിടെ എന്നിൻ്റെ വാല്യൂ 1 വരുന്നത്. എന്ത് കിട്ടും? വി റേസ് ടു 1 എന്ന് വെച്ചാൽ വി ആണ്, പി വി ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. ഇത് ഏതിൻ്റെ ഇക്വേഷൻ ആയിരുന്നു? ഐസോ തെർമൽ പ്രോസസ്സിൻ്റെ ഇക്വേഷൻ ആയിരുന്നു. അതായത് എൻ ഈസ് ഈക്വൽ ടു 1 വരുന്നത്. ഓക്കെ, എൻ ഈസ് ഈക്വൽ ടു 1 വരുന്നത് ഒരു ഐസോ തെർമൽ പ്രോസസ്സാണ്. ബി ഡാഷ് എന്ന് പറയുന്നത് ഐസോ തെർമൽ എക്സ്പാൻഷൻ. കാരണം ഇവിടെ പ്രഷർ ഡിക്രീസ് ചെയ്യുന്ന വോളിയം ഇൻക്രീസ് ചെയ്യുന്ന എക്സ്പാൻഷൻ പ്രോസസ്സാണ്. ബി ഡാഷ് എന്ന് പറയുന്നത് ഐസോ തെർമൽ എക്സ്പാൻഷൻ. ബി എന്ന് പറയുന്നത് ഐസോ തെർമൽ കംപ്രഷനുമാണ് ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അടുത്ത കേസ് 3. ഇനി എൻ്റെ വാല്യൂ ഗാമ വരുന്നത്, അഡിയബാറ്റിക് ഇൻഡെക്സ് വരുന്നത്. ഓക്കെ, ഇപ്പം എയറിൻ്റെ കേസാണ് ഗാമയുടെ വാല്യൂ 1.4. ഓക്കെ, അങ്ങനെ വരും പി വി റേസ് ടു ഗാമ ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. ലൈൻ കാണിച്ചിട്ടുണ്ട്. എൻ ഈസ് ഈക്വൽ ടു ഗാമ വരുന്നത് ഇതായിരിക്കും വരിക. ഓക്കെ, ഇതിൽ സി എന്ന് പറയുന്നത് സി ഡാഷ് എന്ന് പറയുന്നത് എക്സ്പാൻഷനാണ്, അഡിയബാറ്റിക് എക്സ്പാൻഷനാണ്. സി എന്ന് പറയുന്നത് അഡിയബാറ്റിക് കംപ്രഷനുമാണ്. അടുത്തത് 4th കേസ്, എൻ ഇൻഫിനിറ്റി വരുന്ന സമയത്ത് ഇക്വേഷൻ ഒന്ന് മോഡിഫൈ ചെയ്ത് എഴുതിയിട്ടുണ്ട്. പി വി റേസ് ടു എൻ ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. ഓക്കെ, രണ്ട് സൈഡിലും പവറായിട്ട് എൻ എടുക്കുന്നത്, 1/n പവർ എടുക്കുന്നത്. ഓൾ റേസ് ടു 1/n, സി റേസ് ടു 1/n എടുക്കുന്നത്. അങ്ങനെ എന്ത് കിട്ടും? പി റേസ് ടു 1/n, വി റേസ് ടു എൻ, ഓൾ റേസ് ടു 1/n ആണ്. ആ ക്യാൻസൽ ചെയ്ത് പോയി വി മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇവിടെ സി റേസ് ടു 1/n. ഈ സി റേസ് ടു 1/n പറഞ്ഞാൽ C1 ആയിരുന്നു, അനദർ കോൺസ്റ്റൻറ്റ്. ഒരു കോൺസ്റ്റൻറ്റ് റേസ് ടു സം ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു അനദർ കോൺസ്റ്റൻറ്റ്. അതായത് പി റേസ് ടു 1/n വി ഈസ് ഈക്വൽ ടു C1, അനദർ കോൺസ്റ്റൻറ്റ്. ഇനി എന്നിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എന്നിൻ്റെ വാല്യൂ എത്രയാണ്? ഇൻഫിനിറ്റി ആണ്. പി റേസ് ടു 1/∞ ഇൻറ്റു വി ഈസ് ഈക്വൽ ടു C1. 1/∞ വാല്യൂ എത്രയാണ്? 0 ആണ്. 1/∞ എന്ന് വെച്ചാൽ 0 ആണ്. പി റേസ് ടു 0 ഇൻറ്റു വി ഈസ് ഈക്വൽ ടു C1. അല്ലെങ്കിൽ പി റേസ് ടു 0 എന്ന് വെച്ചാൽ എന്താണ്? 1 ആണ്. വി ഈസ് ഈക്വൽ ടു C1. എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഒരു കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്സ്. ഇതാണ് പി വി ഡയഗ്രത്തിൽ റെപ്രസെൻറ്റ് ചെയ്താൽ കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരു വെർട്ടിക്കൽ ലൈൻ ആയിരിക്കും. ഇതിൽ ഡി ഡാഷ് എന്ന് പറയുന്നത് എന്തായിരിക്കും? കോൺസ്റ്റൻറ്റ് വോളിയം കൂളിംഗ് ആണ്. അവിടെ പ്രഷർ കുറയുന്നുണ്ട്. ഓക്കെ, ഡി എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് വോളിയം ഹീറ്റിംഗ് പ്രോസസ്സാണ്.